ദൈവത്തിൻ കൂടാരം ഇതായിവിടെ, കർത്താവിൻ ബലിപീഠം ലോകരക്ഷയ്ക്കായി ദൈവകുഞ്ഞാടിൻ മഹത്വപൂർണമാ ബലി സമയം. വരിക ദൈവജനമേ, ബലിയേകുവാൻ ബലിയാകുവാൻ സമയമാ. വരിക ദൈവജനമേ, ബലിയേകുവാൻ ബലിയാകുവാൻ സമയമാ. ഇതായിവിടെ ദൈവത്തിൻ കൂടാരം, ഇതായിവിടെ കർത്താവിൻ ബലിപീഠം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഈ ബലിക്ക് അണയുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ ബലിയോട് ചേർത്ത് വെച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടി ആയിരിക്കുവാനുള്ള ഒരു ആഗ്രഹത്തോടെ നമുക്ക് ആയിരിക്കാം. ഇന്ന് തിരുസഭ വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ സ്മരണ ആചരിക്കുകയാണ്. വിശുദ്ധരിൽ വിശുദ്ധനും വിജ്ഞാനിയിൽ വിജ്ഞാനിയുമായ വേദപാരംഗതനായ വിശുദ്ധ തോമസ് അക്വിനാസ് 13-ാം നൂറ്റാണ്ടിലാണ് ഈ വിശുദ്ധൻ ജീവിച്ചിരുന്നത്. ഇറ്റലിയിലെ നേപ്പിൾസിലാണ് ഈ വിശുദ്ധൻ ജനിക്കുക. തുടർന്ന് ഡൊമിനിക്കൻ സന്യാസിമാരുടെ വിദ്യാഭ്യാസം സ്വീകരിച്ചുകൊണ്ട് വളർന്നു വരുമ്പോൾ ഡൊമിനിക്കൻ സന്യാസിമാരോട് ഒരു ആഗ്രഹം തോന്നി തുടങ്ങുകയാണ്. ഒടുവിൽ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നുകൊണ്ട് തിരുസഭാ വസ്ത്രം സ്വീകരിച്ചു. ഈ വിശുദ്ധൻ ജീവിച്ചത് വളർന്നത് ഒരു പ്രഭു കുടുംബത്തിലാണ്. തൻ്റെ അപ്പൻ, വിശുദ്ധൻ്റെ അപ്പൻ പ്രഭുവായി ജീവിച്ച വ്യക്തിയാണ്. പക്ഷേ എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും അരൂപി സ്വീകരിച്ചുകൊണ്ട് സന്യാസിയെ പോലെ ജീവിച്ച ഈ വിശുദ്ധനോട് തൻ്റെ മാതാപിതാക്കൾക്ക് ഒട്ടും ഇഷ്ടമുണ്ടാകുകയില്ല. അതുകൊണ്ട് ഈ വിശുദ്ധനെ തൻ്റെ അമ്മയും തൻ്റെ 2 സഹോദരിമാരും പിടിച്ചു കൊണ്ടുപോയിട്ട് ഒരു മുറിയിലിട്ട് പൂട്ടുകയാണ്. 2 വർഷത്തോളം കാരാഗൃഹത്തിൽ കിടന്നു. അങ്ങനെ തിരുസഭാ വസ്ത്രം ഉപേക്ഷിച്ചുകൊണ്ട് വിവാഹം കഴിച്ച് ജീവിക്കണമെന്ന് ഈ വിശുദ്ധനോട് തൻ്റെ അമ്മ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ തൻ്റെ അടിയുറച്ച വിശ്വാസത്തിൽ, തൻ്റെ അടിയുറച്ച തീരുമാനത്തിൽ ഈ വിശുദ്ധൻ നിലകൊള്ളുകയാണ്. ഒടുവിൽ ഒരു വേശ്യയെ ഈ മുറിയിലേക്ക് ഈ 2 സഹോദരിമാർ തള്ളിവിടുന്നുണ്ട്. പക്ഷേ ഒരു തീ കൊള്ളിയെടുത്തുകൊണ്ട് ഈ വിശുദ്ധൻ ഈ വേശ്യയെ ഓടിക്കുകയാണ്. അങ്ങനെ നിത്യബ്രഹ്മചാരിയായിട്ട് ഈ വിശുദ്ധൻ മാറുകയാണ്. അങ്ങനെ ബ്രഹ്മചാരിയായിട്ട് ഇങ്ങനെ ബ്രഹ്മചര്യം കാത്തുസൂക്ഷിക്കുവാൻ സാധിച്ചതിന് പരിശുദ്ധ ദൈവമാതാവ് 2 മാലാഖമാരെ അയച്ചുകൊണ്ട് നിത്യബ്രഹ്മചാര്യത്തിൻ്റെ ഒരു അരപ്പട്ട ഈ വിശുദ്ധന് സമ്മാനം നൽകുന്നുണ്ട്. അങ്ങനെ ഈ വിശുദ്ധൻ ദൈവത്തോടുള്ള അതിയായ കൊതിയോടുകൂടെ ജീവിക്കുകയും പിന്നീട് തൻ്റെ ഗുരുവായ വിശുദ്ധ ആൽബർട്ടിൻ്റെ കീഴിൽ താമസിച്ചുകൊണ്ട് ഈശോയെക്കുറിച്ച് നിരവധിയായ പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് മനോഹരമായിട്ട് രചിച്ചുകൊണ്ട് ഈ വിശുദ്ധൻ ജീവിക്കുകയാണ്. ഒരിക്കൽ ഈ വിശുദ്ധന് ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, തോമ, നീ എന്നെക്കുറിച്ച് നന്നായി എഴുതിയിരിക്കുന്നു, നീ എന്നെക്കുറിച്ച് നന്നായിട്ട് എഴുതിയിരിക്കുന്നു എന്ന് ഈ വിശുദ്ധനോട് ഈശോ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്. അങ്ങനെ ഈശോ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും സമ്മാനം വേണോ? ഈ വിശുദ്ധൻ പറയുന്നു, അങ്ങേ കൂടാതെ മറ്റ് എന്ത് സമ്മാനമാണ് എനിക്ക് ലഭിക്കുക? പിന്നീട് ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുക, ഒരിക്കൽ ഈ വിശുദ്ധൻ ആശ്രമത്തിലായിരിക്കുമ്പോൾ ഈ വിശുദ്ധൻ്റെ കൂട്ടുകാർ പറയുന്നുണ്ട്, ദേ മുകളിലേക്ക് നോക്കിയേ, അവിടെ ഒരു കാള പറന്നു പോകുന്നു എന്ന്.
ഈ വിശുദ്ധൻ ഓടിച്ചെന്നിട്ട് മുകളിലേക്ക് നോക്കുന്നുണ്ട്, കാള പറന്നു പോകുന്നത് കാണുന്നില്ല. അപ്പോൾ ഈ കൂട്ടുകാരൻ ചോദിക്കുന്നു, അങ്ങ് ഒത്തിരി ബുദ്ധിരാക്ഷസനാണ്, ഒത്തിരി ബുദ്ധിയുള്ളവനാണ്, എന്നിട്ട് എന്തുകൊണ്ട് അങ്ങ് ഞാൻ പറഞ്ഞ മണ്ടത്തരത്തിൽ വിശ്വസിച്ചു? ഈ വിശുദ്ധൻ പറയുന്നുണ്ട്, ഒരു സന്യാസി നുണ പറയുന്നതിനേക്കാൾ എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം കാള പറന്നു പോകുന്നത് തന്നെയാണ്. ഈ വിശുദ്ധനൊടുവിൽ ഒരു സൂനകദോസിൽ പങ്കെടുക്കുവാൻ പോകുമ്പോൾ മരിക്കുകയാണ്. അപ്പോൾ ഈ വിശുദ്ധൻ ഇപ്രകാരം ഈശോയോട് പറയുന്നുണ്ട്, അങ്ങയെക്കുറിച്ച് ഞാൻ ഒത്തിരി കാര്യങ്ങൾ എഴുതി, പക്ഷേ എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം പൊറുക്കണമേ എന്നുകൊണ്ട് ഈശോയിൽ തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധൻ ഈശോയിൽ നിദ്ര പ്രാപിക്കുകയാണ്. ഈ വിശുദ്ധൻ്റെ ജീവചരിത്രം എടുത്ത് വായിക്കുമ്പോൾ ഒത്തിരി നമ്മളെ ചലഞ്ച് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഇന്ന് നമ്മൾ ബുദ്ധിയുടെ തലങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളിൽ നമ്മളൊക്കെ നുണ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഈ വിശുദ്ധൻ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ നുണ പറയുന്നു, ഒരു സന്യാസി നുണ പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം കാള പറക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ വിശുദ്ധിയോടെ കൂടെ ജീവിക്കുവാൻ നമ്മളെ ഈ വിശുദ്ധൻ ചലഞ്ച് ചെയ്യുകയാണ്. ദിവ്യകാരുണ്യ ഭക്തി അതിയായി പ്രചരിപ്പിച്ച ഒരു വിശുദ്ധൻ. യേശുവിൻ ആത്മാവേ എന്നെ ലഹരിയിൽ ആഴ്ത്തണമേ എന്ന ഗാനത്തിൻ്റെ വരികൾ ഈ വിശുദ്ധൻ്റെ വരികളാണ് നമ്മൾ പാട്ടുപാടി കേൾക്കുക. ഈ വിശുദ്ധനെ പോലെ ദിവ്യകാരുണ്യത്തോടെ കൊതിയോടെ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കട്ടെ. ആ വിശ്വാസം, ആ ദിവ്യകാരുണ്യത്തിൽ ഈശോ ഉണ്ട് എന്നുള്ള അതിയായ വിശ്വാസം നമുക്കുണ്ടായിരിക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ബലിമധ്യേ പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങേ വിശ്വസിക്കാതെ പോയ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യത്തിൽ ഈശോ ഉണ്ടോ എന്ന് അറിയാതെയെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ ശക്തനായ ദൈവമാണ് എന്ന ബോധ്യത്തോടുകൂടെ ജീവിക്കുവാനുള്ള വലിയ കൃപാവരത്തിനായി പ്രാർത്ഥിക്കാം. ചെയ്തു പോയ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ തോമസ് അക്വിനാസിനെ വിശുദ്ധിയുടെ തീക്ഷ്ണതയാലും ദിവ്യസത്യങ്ങളുടെ പഠനത്താലും അങ്ങ് ഉത്കൃഷ്ടനാക്കിയല്ലോ. അദ്ദേഹം പഠിപ്പിച്ചത് ബുദ്ധിശക്തി വഴി ഗ്രഹിക്കാനും അദ്ദേഹം ചെയ്തത് അനുകരണത്തിലൂടെ പൂർത്തിയാക്കുവാനും വേണ്ട കൃപാവരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നേക്കും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. ഹെബ്രാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അതിനാൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള
സത്യഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം. ഇതിനെ ദുഷ്ട മനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയം വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ചിലർ സാധാരണമായി ചെയ്യാറുള്ളതുപോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, അങ്ങേ അന്വേഷിക്കുന്നവരുടെ തലമുറയാണിത്. ദൈവമേ, അങ്ങയെ അന്വേഷിക്കുന്നവരുടെ തലമുറയാണിത്. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റേതാണ്. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനമുറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. ദൈവമേ, അങ്ങയെ അന്വേഷിക്കുന്നവരുടെ തലമുറയാണിത്. കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും. ദൈവമേ, അങ്ങയെ അന്വേഷിക്കുന്നവരുടെ തലമുറയാണിത്. അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവനെ നീതി നടത്തി കൊടുക്കും. ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവരാണ് യാക്കോബിൻ്റെ ദൈവത്തെ തേടുന്നത്. ദൈവമേ, അങ്ങയെ അന്വേഷിക്കുന്നവരുടെ തലമുറയാണിത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിനും വിളക്ക് പാതയിൽ പ്രകാശവുമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനത്തോട് പറഞ്ഞു, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിനെ അടിയിലോ വയ്ക്കാനാണോ? പീഠത്തിന്മേൽ വയ്ക്കാനല്ലേ? വെളിപ്പെടുത്താതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവിൻ. നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും, കൂടുതലും ലഭിക്കും. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പൂജപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം, ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകേ
സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിൽ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ സ്മരണ സന്തോഷത്തോടെ അർപ്പിക്കുന്ന ഈ ബലിയിൽ അങ്ങയെ പ്രസാദിപ്പിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഉദ്ബോധനത്താൽ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളെയും പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. എന്തെന്നാൽ വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ സ്മരണയിൽ ആനന്ദിക്കാൻ അങ്ങേ സഭയ്ക്ക് അങ്ങ് അനുഗ്രഹം നൽകും. അങ്ങനെ ആ പുണ്യ ജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചനപ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങയെ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോട് ചേർന്ന് അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് അവിരാമം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ സൈന്യങ്ങൾ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാവും. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട് സമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാവും. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തയോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായി ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടി, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ബോധരായും ദുപദേശത്താൽ രൂപവൽക്കരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷയുണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാളെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാളെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാളെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ.
കുഞ്ഞാണ്ട് വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. രാവും പകലും കർത്താവിൻ്റെ നിയമം ധ്യാനിക്കുന്നവൻ അതിൻ്റെ ഫലം യഥാകാലം പുറപ്പെടുവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനാൽ അങ്ങ് പരിപോഷിപ്പിക്കുന്ന ഞങ്ങളെ ഗുരുനാഥനായ ക്രിസ്തു വഴി പഠിപ്പിക്കണമേ. അങ്ങനെ വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ സ്മരണയിൽ അങ്ങേ സത്യം അവർ ഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ജീവന്റെ തെളിച്ചം നീ എന്നഭയമല്ലേ, അമ്മേ നീ എന്നഭയമല്ലേ. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം